ചേച്ചിയും കുട്ടികളും വന്നാൽ പിന്നെ ഒരു ആഘോഷമാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലുമൊക്കെ പോവലൊക്കെ എനിക്കും കാണാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു താല്പര്യമാണ് കേട്ടോ. അതായത് ഇങ്ങനെ കറങ്ങാൻ പോകാനും അവരുടെ കളി എനിക്ക് ഒന്നാമത് ഞാനിവിടെ വലിയവരെക്കാട്ടിയും കുട്ടികളായിട്ടാണ് കേട്ടോ. ബിക്കോസ് ഐ ലവ് കിഡ്സ് എന്ന് കരുതി എനിക്ക് കുറേ കിഡ്സ് വേണം എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടിൽ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് പോകാൻ നോക്കിയിരുന്നു. അന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം മൾബറിയൊക്കെ പറിച്ചു, എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ട് നടക്കാതിരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തിയിട്ടോ. ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഭയങ്കര വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിൽ. അപ്പോൾ നോക്കിയപ്പം കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. അവർ ആ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ സൂര്യ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സൺ കിസ്സസ്. പക്ഷേ എനിക്ക് ആ കിസ്സ് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കയറി നോക്കാതിരിച്ചു. പക്ഷെ എന്നെ കൊണ്ട് ഈ വെയിൽ താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ അടപടല മൂഞ്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് ചിന്നു ചേച്ചിൻ്റെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന് അനുമോള് പറഞ്ഞത്. എന്നാൽ പിന്നെ അവിടെ വരെ ഒന്ന് പോവാൻ വിചാരിച്ചു. ആളെ കണ്ടിട്ട് കുറേ ആയി. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുറ്റം കണ്ടപ്പോൾ തന്നെ ഉറപ്പായി ചേച്ചി അവിടെ ഇല്ലെന്ന്. വീട്ടിലേക്ക് പോയതാണ്. തിരിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു റിലേറ്റീവിനെ കണ്ടത്. അപ്പോൾ ആൾ നമുക്ക് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങി തരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കൂടെ പോയി. കുട്ടികളുണ്ടായാൽ നമുക്ക് ഇങ്ങനത്തെ ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അവരെ കൂടെ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതേപോലെ മുട്ടായികളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ പിന്നെ ഇനി എന്ത് ചെയ്യുന്ന വിചാരിച്ച് ലേസൊക്കെ കഴിച്ചു. വീണ്ടും ഒന്നുകൂടെ ഗ്രൗണ്ടിൽ പോയൊക്കെ അയച്ചു. അപ്പോഴത്തേക്ക് അനുമോള് ടീലോയും ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഓരോരുത്തർക്കും ഓരോന്നും ഇഷ്ടമായതുകൊണ്ട് എല്ലാ ടൈപ്പും വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് മസ്റ്റാണ്. അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ കയറിയിട്ടോ. എൻ്റെ ഈശ്വര, ഇത് എന്തൊരു പാടാണ് അറിയോ. നടക്കൂലെന്നാണ് ഞാൻ വിചാരിച്ചിട്ടോ. കാരണം എനിക്കത് പൊക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. എന്തൊക്കെയോ കാട്ടി ബലം പ്രയോഗിച്ചിട്ടാണ്. എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാവണം. അപ്പം ഞാൻ വിചാരിച്ചു ജിമ്മിലൊക്കെ പോയ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈശ്വര. അപ്പോൾ ഞാൻ ഈ ട്വിസ്റ്റ് ചെയ്യണ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതിലിങ്ങനെ കറങ്ങാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും കയറി നോക്കാതിരിച്ചു. എല്ലാത്തിലും കയറുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കയറി. പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലേ സംഭവം. പക്ഷെ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആവും തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കുറേ ആയിട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഒന്നാമത് ഇവിടെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാർത്ത കേട്ടു. അതുകൊണ്ട് എനിക്ക് ഇടാൻ അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഡ്രാഫ്റ്റ് കിടന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി എന്തായാലും പോസ്റ്റ് ആക്കിയേക്കാൻ വിചാരിച്ചു. എല്ലാവരും അറിയട്ടെ നമ്മളെ പഞ്ചായത്ത് ഇത്രയും നല്ലൊരു പരിപാടി ഒപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാത്തിലും കയറിയിട്ടോ. കണ്ണനും ഇതേപോലെ ഓരോന്നിലും കയറിയിട്ട് ഇറങ്ങാൻ കഴിയാതെ അനുമോള് പോയി പിടിച്ചൊക്കെയാണ് ഇറക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ കുട്ടികൾ ഭയങ്കര കളി തന്നെ കേട്ടോ. അവർക്ക് വെയിലൊന്നും ഒരു ഇഷ്യൂ അല്ല. അങ്ങനെ കണ്ണന് ബോൾ കിട്ടിയപ്പം അവിടെയുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റി. അപ്പോൾ അവനോട് നമ്മൾ പറഞ്ഞു ഇനി വീട്ടിൽ പോകില്ല പറഞ്ഞിട്ട് ആൾ വരുന്ന തന്നെ ഇല്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, ബൈ.